ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു യാത്ര പോവുകയാണ്. അങ്ങനെ ഇന്ന് വൈകിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി യാത്ര എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷം, യാത്ര എന്നൊക്കെ പറയണത്. നിങ്ങൾക്കറിയാലോ ഞാൻ എവിടെയൊക്കെ യാത്രയിൽ പോകുന്നത്. അങ്ങനെ ലോങ് ട്രിപ്പൊന്നുമല്ല, നമ്മൾ ടൗണിലേക്ക് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ശ്രീദേവി അല്ലേ അത്, ഈ ചേച്ചി. അപ്പൊ ഈ ചേച്ചി നമ്മുടെ ഖാദിയിൽ വർക്ക് ചെയ്യണത്. അങ്ങനെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ചേട്ടനൊന്ന് ഓഫീസിനെത്തിയ വഴിക്ക് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി. നമ്മൾ വിചാരിച്ചു ഒന്ന് പോയിട്ട് വരാം, ഇന്ന് രാവിലെ ഒന്നും പോകാൻ പറ്റിയില്ല, അപ്പോൾ ഇന്ന് വൈകിട്ടാണ് നമുക്ക് പോവാന്നൊക്കെ വിചാരിച്ചു. ഇങ്ങനെ ഞാൻ എന്താണെന്ന് വെച്ചാലേ ഫോണിൽ സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എനിക്ക് ഒരു വലിയ ആഗ്രഹമായിരുന്നു, ഞങ്ങൾക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു കൊട്ടിയൂർ ഒന്ന് പോകണം കേട്ടോ. അപ്പോൾ കൊട്ടിയൂർ പോകാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ചിന്തിച്ചു, ഫസ്റ്റ് ഞങ്ങൾ തീരുമാനിച്ചു കൊട്ടിയൂർ പോകണം എന്നൊക്കെ വിചാരിച്ചു. ഞങ്ങൾ തീരുമാനിച്ചപ്പോഴേക്കും മെസ്സേജസും അത് ഇതൊക്കെ വന്നു തുടങ്ങി. എന്താ ഭയങ്കര റഷാണ്, ഭയങ്കര പ്രശ്നങ്ങളാണ് അവിടെ. ഭയങ്കര ക്യൂലൊക്കെ കുറേ നേരം നിൽക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ. ക്യൂല് കുറേ നേരം നിൽക്കും. എനിക്ക് അങ്ങനെ അധികം ക്യൂല് കുറച്ച് നേരം അധികം സമയം നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല. പ്രത്യേകിച്ച് മഴ പെയ്യലും പിന്നെ അതുപോലെ നല്ല വെള്ളത്തിലൊക്കെയാണ് നമ്മൾ ആ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയപ്പോൾ കുളിക്കലും ഇതൊക്കെ ഞാൻ അത്രയും വൊമിറ്റ് ചെയ്ത് അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് കേട്ടോ ഞാൻ അവിടെ എത്തിയതെങ്കിലും നമുക്ക് നന്നായിട്ട് ദർശനം കിട്ടി. ഞങ്ങളൊരു 1 hour കൊണ്ട് ഞങ്ങൾ ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ പോയി തൊഴുത് തിരിച്ചെത്തി ഞങ്ങൾ. അപ്പൊ അത്രയും സുഖത്തിലാണ് നമ്മൾ പോയത്. അല്ല, എന്നെ കാണുന്നില്ലല്ലോ നിങ്ങൾ, റോഡ് മാത്രല്ലേ കാണുന്നത്. അപ്പോ നമ്മള് എവിടെ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് നമുക്ക് അപ്പൊ അങ്ങനെ ഒരു 1.5 മണിക്കൂർ കൊണ്ടൊക്കെ നമ്മൾ തൊഴുത് തിരിച്ചെത്തിയിട്ടോ. പക്ഷെ പിന്നീട് ഇപ്പൊ 4 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ക്യൂല് നിൽക്കണു എന്നൊക്കെ പറഞ്ഞപ്പോ നമുക്കൊരു ബുദ്ധിമുട്ട്. പോവാനൊക്കെ ആയിട്ട് വേണ്ട, എന്നാലും അത്രയും ക്യൂല് നിൽക്കണം, പിന്നെ ഭയങ്കര തിക്ക് തിരക്ക് എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങള് അങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിച്ചത്. അപ്പൊ കൊട്ടിയൂർക്ക് ഈ പ്രാവശ്യം പോകുന്നില്ല എന്നൊരു തീരുമാനം അങ്ങോട്ട് എടുത്തു. തീരുമാനിച്ചിട്ട് പോവാൻ പറ്റാണ്ട് അല്ലേ, അപ്പൊ നമ്മൾ തീരുമാനം എടുക്കാണ്, വേണ്ട പോകണില്ല ഈ പ്രാവശ്യം നമ്മൾ പോകുന്നില്ല. അപ്പൊ സമാധാനമായിരുന്നു, നമുക്കൊരു സമാധാനം കിട്ടിയല്ലോ. അല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് പിന്നെ അതിന്റെ റഷ് അത് ഇത് പിന്നെ വെച്ചാൽ നമുക്കാണെങ്കിൽ ലീവിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഒരു ദിവസം അവിടെ നിൽക്കാണ്ട് പറ്റില്ല. കാരണം ഇത്രയും ദൂരത്തേക്ക് പോയിട്ട് ഇങ്ങനെ ക്യൂലൊക്കെ നിന്ന് അങ്ങനെ അങ്ങോട്ട് യാത്ര ചെയ്ത് വരാനുള്ള ആരോഗ്യസ്ഥിതി എനിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇപ്രാവശ്യം ഞങ്ങൾ കൊട്ടിയൂർ പോകണ്ടെന്ന് വിചാരിച്ചത്. അപ്പൊ നമ്മൾ നമ്മുടെ ഇവിടുത്തെ അമ്പലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കാം. അപ്പൊ എനിക്ക് ഈ പ്രാവശ്യം അക്കരെ കൊട്ടിയൂർ ഇക്കരെ കൊട്ടിയൂരൊക്കെ ഒന്ന് തൊഴണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലൊക്കെ നമുക്കൊന്ന് പോവാലോ. അപ്പൊ നമ്മളൊരിക്കൽ പോയി കണ്ടു വന്നതാണല്ലോ. പറശ്ശിനിക്കടവിലൊക്കെ ഒന്ന് പോകണം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പറശ്ശിനിക്കടവിൽ പോയിട്ട് ജസ്റ്റ് തൊഴുത് പോരല്ലേ ഉണ്ടായുള്ളൂ. അപ്പൊ എനിക്കാണെങ്കിൽ എവിടെ പോവായാലും ഒന്ന് ആ അമ്പലത്തിൽ മൊത്തം തൊഴണം എന്നാണ് ആഗ്രഹം. അതായത് രാവിലെയും വൈകിട്ടൊക്കെ തൊഴണം, അതങ്ങനെ തൊഴണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ എപ്പോഴും എനിക്ക് അങ്ങനെ അല്ലാതെ ദൂരെയുള്ള അമ്പലത്തിലേക്ക് പെട്ടെന്ന് പോയി തൊഴുത് അപ്പൊ എന്നെ തിരിച്ചു പോരാന്നൊക്കെ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, വിഷമാണ്. അപ്പൊ എനിക്ക് അങ്ങനെ തൊഴണം. അപ്പൊ ചേട്ടൻ ഒരു ദിവസം പോവാമേന്ന് തീരുമാനമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പോകണം. ഇന്ന് മിക്കവാറും ഇന്ന് പുറത്തുനിന്നായിരിക്കും ഫുഡ് കഴിക്കുക, കാരണം ചിലപ്പോഴേ വീട്ടിൽ നിന്ന് കഴിക്കുള്ളൂ. അപ്പോൾ അതും ഞാൻ വീഡിയോ എടുക്കാൻ നല്ല തിരക്കായിരിക്കും ഈ സമയത്ത്. ജോലി അങ്ങോട്ട് കഴിഞ്ഞു ഒന്ന് വീടെത്തിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. നല്ല തിക്കും തിരക്കായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ നമ്മൾ അതും അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പം നമ്മൾ സൂക്ഷിച്ച് ഈ സമയത്ത് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം. 8 മണിക്ക് ശേഷം പിന്നെ തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് വേറെ നല്ല തിരക്കായിരിക്കും. പാവങ്ങള് ജോലിയൊക്കെ കഴിഞ്ഞ് ജോലിക്ക് അങ്ങനെയാണല്ലോ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. ഒന്ന് പോയാൽ മതി, ഒന്ന് വീടെത്തിയാൽ മതി എന്നൊക്കെ വിചാരിക്കും. വീടെത്തുമ്പോ ചിലപ്പോ നല്ല കൂട്ടാനൊന്നും ഉണ്ടാവില്ല. അപ്പൊ അയ്യോ ദേഷ്യം വരും അപ്പോഴൊക്കെ. അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ. പിന്നെ അച്ഛനും ഉണ്ടായിരുന്നില്ലല്ലേ, ഞങ്ങൾക്ക് അച്ഛനില്ലാതെ വളർന്നു വന്നവരാണല്ലോ. അപ്പൊ അച്ഛനില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ പെൺകുട്ടികളും അമ്മയൊക്കെ ആവുമ്പോൾ ഉള്ളത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പം അതിൽ അങ്ങ് പോവും. അല്ല ഇടയ്ക്ക് അങ്ങനെ പറയും എന്ത് കൂട്ടാനത് എന്നൊക്കെ വിചാരിക്കും. അപ്പം അത് പിന്നെ
ഒരു സുഖമാണ് ഇങ്ങനെ യാത്ര ചെയ്യാൻ. ഒരു സുഖത്തിന്റെ പുറത്ത് ഇപ്പൊ ഒന്ന് പുറത്തുനിന്ന് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക. കുറേ നാളെ ഇപ്പൊ ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇനി എന്താണെന്ന് അറിയില്ല. സമയമുള്ള പോലെ ചെയ്യൂട്ടോ. സൂരജ് ആരങ്ങോട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടാ. ഞാൻ മൊബൈല് ഓഫ് ചെയ്ത് പോയി. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആക്കാൻ നിന്നതായിരുന്നു. പെട്ടെന്ന് ഓഫ് ചെയ്തു. ഇന്നിവിടെ എന്താ പെരുന്നാളാണോ ഏട്ടാ? മാല മറ്റേ അരങ്ങൊക്കെ കിട്ടിയിട്ടുണ്ട്. അരങ്ങാരം ഹോട്ടല് ഞങ്ങൾ വരുമ്പോഴേ അരങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പൊ ചേട്ടൻ പറയാ അത് ഓരോ കളിക്കാര് ഓരോടെ ബ്രസീല് നീല കണ്ടു, മഞ്ഞയും ചുവപ്പും കണ്ടു, നീലയും വെള്ളയും കണ്ടു. അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ ഭാവനയ്ക്ക് അവരവരുടെ ജേഴ്സിയുടെ കളറിൽ അവരവർക്ക് ഇഷ്ടമുള്ള ഗ്രൂപ്പ് ടീമിനെ നമ്മൾ ഇങ്ങനെയൊക്കെയാണല്ലോ പ്രോത്സാഹിപ്പിക്കാം. കളി കാണാറില്ലേ നിങ്ങള്? ഞങ്ങള് കളി കാണാറില്ല. ഇന്നലെ ചേട്ടൻ കളി കാണാനായിട്ട് ഇരുന്ന കാരണമാണ്, പുലർച്ചെ ഒക്കെ കളി കാണാൻ ഇരുന്ന കാരണമാണ് കേട്ടോ ഞങ്ങൾ ഇന്നൊക്കെ അമ്പലത്തിലേക്ക് പോകാൻ പറ്റാണ്ടിരുന്നത്. ഉറക്കം അങ്ങോട്ട് ശരിയായില്ല. ഞാൻ തന്നെ കളിയുടെ ഇതില് വെളിച്ചവും നല്ല ടിവിയുടെ ശബ്ദ വോളിയം കാരണം ഞാൻ എണീറ്റിട്ട് എനിക്കാണെങ്കിൽ ഉറക്കത്തിൽ എന്ന് എനിക്ക് കഴിഞ്ഞാൽ എൻ്റെ ഒരു തലയ്ക്ക് ഒരു കറക്കം കൂടുതലാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ശക്തനിലാണ് കേട്ടോ. ശക്തനില് എന്താ പറയാ ഇങ്ങനെ പോകുമ്പോഴേ ഭയങ്കര രസമാണ്. ഇങ്ങനെ യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര രസമാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെ ശക്തനെത്തി. നല്ല മഴക്കാരുണ്ട് കേട്ടോ. നമ്മളിവിടെ എത്തിയപ്പോഴാണ് മഴക്കാരൊക്കെ നമുക്ക് മനസ്സിലായത്. പിന്നെ മഴക്കാരും ഈ കാക്ക വറുക്കണതും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും കണ്ടപ്പോൾ ഒന്ന് നോക്കി ഒരു മഴ വരുന്നത് ഇഷ്ടമാണ്. ഇപ്പം എത്ര നാളെയും മഴക്കാല എന്നൊക്കെ പറയുന്നുണ്ട്. എത്ര നാളെയും നമ്മൾ മഴയൊക്കെ പെയ്തിട്ട് വരുമ്പോൾ പോലീസ് ക്വാർട്ടേഴ്സ്, പോലീസ് സ്റ്റേഷനുകൾ എല്ലാം ഉണ്ട്. ഈ പോലീസ് എന്ന് പറയുമ്പോൾ പണ്ട് പോലീസ് നമ്മുടെ ആരും അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ നാത്തൂനാര്, എൻ്റെ നാത്തൂനാര്, നമ്മുടെ അല്ല എൻ്റെ നാത്തൂർ, എൻ്റെ സിസ്റ്റർ പോലീസാണല്ലോ. അയാളെ ആണ്. അപ്പം അത് കാരണം പോലീസ് അയാളാണോ ഏതെങ്കിലും യൂണിഫോം ഇട്ട ആള് അങ്ങനെയാണോ പെങ്ങളാണോ എന്നൊന്ന് നോക്കും. പണ്ട് ഈ പോലീസുകാരെ കാണുമ്പോൾ എനിക്ക് അത്ര വലിയ താല്പര്യമില്ലായിരുന്നു. ഒന്നുമില്ല കേട്ടോ. അപ്പൊ ഇത്രയും നേരം നമ്മള് ഒരാളെ കാണാണ്ട് ഇവിടം വരെ എത്തുമ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് ഒരാളെ കാണാണ്ട് പോകാൻ പറ്റിയല്ലോ. ആ ആളാണ് അവിടെ നമ്മുടെ വടക്കുനാഥൻ കണ്ടോ മക്കളെ? ഇതാണ് നമ്മുടെ വടക്കുനാഥൻ. തൃശ്ശൂർക്കാർക്ക് ഇവിടെ വരുമ്പോൾ ഒരു തൃശ്ശൂർ എന്ന് പറയാ ഒരു പ്രത്യേകതയാണ്. വടക്കുനാഥനിലെ ഒരു ഇതാണ്. വടക്കുനാഥനെ കണ്ട് തൊഴുതിട്ട് വേണം നമുക്ക് നമുക്ക് വടക്കുനാഥന് പ്രദക്ഷിണം വെച്ചിട്ട് വേണം നമ്മൾ എവിടെയുമായിട്ട് റൗണ്ട് ചെയ്തിട്ട് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ വടക്കുനാഥൻ തൊഴാന്നുള്ളതാണ് ഏറ്റവും ഇത്. ഞങ്ങൾ ഇവിടെ വന്ന് ഇരിക്കാറുണ്ട് വൈകിട്ടൊക്കെ. ഇപ്പൊ ഒന്നും ഇരിക്കാറില്ല, മഴക്കാലൊക്കെ ആയതുകൊണ്ട്. രാത്രിയുടെ ഭംഗി കണ്ടിട്ട് തൃശ്ശൂര് നമ്മുടെ നടുവിലാല് ഗണപതി ഒക്കെ കണ്ട് തൊഴുത് അങ്ങനെ അങ്ങ് പോവുകയാണ് നമ്മള് സാധാരണ പോകുന്ന അമ്പലത്തിൽ തന്നെ കേട്ടോ. തിരുവമ്പാടിയിലേക്കാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കണത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം നിങ്ങളോടൊക്കെ വർത്താനം പറയാമെന്ന് ചോദിച്ചു. കുറേ നാളായില്ലേ നമ്മൾ രാത്രി കാഴ്ചകളൊക്കെ കണ്ടിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് വർത്താനം പറയാം എന്നൊക്കെ വിചാരിച്ചു. ഇങ്ങനെ കുറേ ഡ്രസ്സുകളും ഒക്കെ ഉണ്ട്. ആടി സെയിലൊക്കെ തുടങ്ങിയിട്ടാ ലക്ഷ്മിയില്. വീണയ്ക്ക് ഒരു എവിടെയും പോവാൻ പറ്റാണ്ടിരിക്കുക. അവളെ വീട് പണിയുടെ അതുണ്ട്. നമ്മുടെ അമ്പലം എത്തിട്ടോ. അമ്പലത്തിൽ
പള്ളിയിലൊക്കെ തൊഴുതൊട്ട് ദീപാരാധനയൊക്കെ തൊഴാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ നേരെ ഗുരുവായൂരപ്പൻ ടിഫിനിലെത്തി. അവിടുന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് എന്താ പറയുക, ഭയങ്കര ഡയറ്റിൻ്റെ ആളാണ് കേട്ടോ ഞാൻ. ഈ ഡയറ്റൊക്കെ എടുത്ത ആളാണ്. അവിടെ വന്ന് ചെന്നിരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഒരു ആക്രാന്തമില്ല, വല്ലാത്തൊരു ആക്രാന്തത്തിൽ ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു തോന്നലിൽ ഇരുന്നതാണ് കേട്ടോ. അങ്ങനെ ഇഡ്ഡലിയാണ് കേട്ടോ, ബട്ടർ ഇഡ്ഡലിയാണ് വാങ്ങിച്ചത്, ഒരു ബട്ടർ ഇഡ്ഡലി. അങ്ങനെ അത് വാങ്ങിച്ചു. അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് പനീർ ബട്ടർ മസാലയാണ് ചേട്ടൻ വാങ്ങിച്ചത്. അപ്പോൾ അത് ചേട്ടൻ കഴിച്ചു. അതിനുശേഷം ബട്ടൂര മേടിച്ചു. കഴിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാം കൂടി ആക്രാന്തം. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, എങ്കിലും അതും കൂടി വാങ്ങിച്ചങ്ങോട്ട് കഴിച്ചു. എന്നിട്ട് പാഴ്സൽ ചെയ്തു കേട്ടോ. എന്നിട്ട് നമ്മുടെ സുന്ദരിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് പാഴ്സൽ ചെയ്തു. പിന്നെ മിന്റ് ലൈം ഭയങ്കര മധുരമായിരുന്നു. അപ്പോൾ എന്താ പറയുക, വല്ലപ്പോഴും ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഹോട്ടലിൽ നിന്ന് കഴിച്ചപ്പോൾ ഹെവി ഫുഡായിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് മാത്രം എനിക്ക് തോന്നുക. അപ്പം അങ്ങനെ പാഴ്സലൊക്കെ ചെയ്ത് വീട്ടിലേക്ക് അങ്ങ് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. സുന്ദരിക്കും കൂടി എടുത്തു. അപ്പം ചേട്ടൻ പറഞ്ഞു ഇഡ്ഡലി ഞാൻ എടുക്കണില്ല, എനിക്ക് കവകട്ട ഞാൻ തുടരണില്ല, പനീർ ബട്ടർ മസാല മാത്രമേ എടുത്തു. അപ്പം ഞാൻ പറഞ്ഞു അത് നന്നായിട്ടുണ്ട് ചേട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബട്ടർ ഇട്ടിട്ട് ഇഡ്ഡലി കഴിക്കുമ്പോൾ നല്ല സ്വാദുണ്ട്. അത് എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ നാളെ ആക്രാന്താവുക എനിക്കിങ്ങനെ ഫുഡ് കാണുമ്പോഴേ. ഇനി ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യണം. ഇപ്പോൾ ഇതാ ഈ മാസം എൻ്റെ രണ്ടാമത്തെ പുറത്തുനിന്നുള്ള ഫുഡാണ് കേട്ടോ. ഭയങ്കര കൺട്രോളാണ് ഡയറ്റിൻ്റെ. എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഫുഡ് പുറത്ത് പോയിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യമൊക്കെ ഇനിയും കുറയ്ക്കണം. ഇനി പുറത്തുനിന്നുള്ള ഫുഡ് ഭയങ്കരമായിട്ട് കുറയ്ക്കണം. അജിന്തി പ്രസാദ് ഫാമിലിയോട് സൈനിങ് ഓഫ്. ടാറ്റ ബൈ ബൈ.